ഓരോ വെക്കേഷനും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടാണെന്നറിയാം നമ്മൾ വരിക. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയത്തി. ഞങ്ങൾ ഒരുമിച്ചുള്ള ലീവാണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട. ചിക്കൻ ബോക്സ് കാരണം ഇത്തവണത്തെ എൻ്റെ വിഷു വെക്കേഷൻ അടപടലം മൂഞ്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ചുറ്റിലുള്ള എല്ലാവരുടെയും. എൻ്റെ അനിയത്തിയാണെങ്കിലോ അവളുടെ വെക്കേഷൻ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് ഇന്ന് മടങ്ങി പോവാണ്. ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോകാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അമ്മ അടുക്കളയിലെ കാര്യപ്പെട്ട പണിയിലാണ്. ചെന്ന് നോക്കുമ്പോൾ അവൾക്കുള്ള പൊതിച്ചോറ് പാക്ക് ചെയ്യണം. ഈ പൊതിച്ചോറ് അന്നും ഇന്നും എനിക്കൊരു വികാരമാണ് കേട്ടോ. പക്ഷേ അവൾക്ക് അത്ര താല്പര്യം മുന്നേ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈയിടെയായിട്ട് ഹോസ്റ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്നത് കാണാം. ഈ കാണുന്ന കടുമ്പാങ്കച്ചാറാണ് ഇന്നത്തെ പൊതിച്ചോറിലെ താരം. ഇത് അമ്മമ്മ കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. ഇന്നലെയാണ് ഭരണിയിൽ നിന്ന് പുറത്തെടുത്തത്. പക്ഷേ എനിക്ക് കഴിക്കാൻ തരില്ല എന്നൊക്കെയാണ് പറയണത്. നോക്കാം. വീട്ടിൽ സാധാരണ അച്ഛനാണ് പൊതിച്ചോറ് എക്സ്പേർട്ട്, അതെങ്ങനെ റാപ്പ് ചെയ്യാനൊക്കെ. ഇന്ന് അച്ഛൻ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് അമ്മ ഈ പരിപാടി ഏറ്റെടുത്തത്. ഞാനിതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മേൻ്റെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രമുള്ള വിഭവമൊന്നുമില്ല ഇതിൽ. ഞാൻ എപ്പോഴൊക്കെ ബാംഗ്ലൂരിലേക്ക് ഇങ്ങനെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ അവിടെ ഇരുന്ന് അത് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു നിമിഷമല്ലേ. പലപ്പോഴും എൻ്റെ കണ്ണ് നിറയാറുണ്ട്. അത് ആ വിഭവങ്ങളുടെ എണ്ണം വെച്ചോ വലിപ്പം വെച്ചോ ഒന്നുമല്ല. നമ്മുടെ വീടിൻ്റെ മണമുള്ള സ്നേഹത്തിൻ്റെ രുചിയുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. ആൻഡ് ദിസ് ബൈ മൊമെൻറ്റ് ഇസ് ദ മോസ്റ്റ് സാഡസ്റ്റ് പാർട്ട്. ഒരാൾ ലീവ് കഴിഞ്ഞ് പോകുന്നു, മറ്റൊരാൾ മെഡിക്കൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. എന്നാൽ ആ മെഡിക്കൽ ലീവ് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പക്ഷെ അസുഖം വന്നാലും വീട്ടുകാരുടെ ഒപ്പം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒരു ഭാഗ്യമാണ് കേട്ടോ. ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്തേനെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്.